Meet the editors. വിധി കേന്ദ്രത്തിന് താക്കീതായോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, പല സംസ്ഥാനങ്ങളിൽ നിന്ന് പോലെ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അത് തമിഴ്നാട്ടിൽ വളരെ ശക്തമായിരുന്നു. ആർ രവിയും അതോടൊപ്പം സ്റ്റാലിനും തമ്മിലുള്ള പോരാട്ടം, പല കാര്യങ്ങളിലുമുള്ള പോര് വാർത്തകളിൽ തലക്കെട്ടുകൾ നിറഞ്ഞതാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വിധി സ്റ്റാലിന് അനുകൂലമാണ്, അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിന് അനുകൂലമാണ്. അത് കേന്ദ്രത്തിനേറ്റ തിരിച്ചടി കൂടിയാണ്. നോക്കൂ, ഈ വിധി ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച്, ഇന്ത്യയുടെ ഫെഡറലിസത്തെ സംബന്ധിച്ച് ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്കറിയുന്നത് പോലെ എക്കാലത്തും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉപകരണമായിട്ടാണ് ഗവർണർ എല്ലാ സംസ്ഥാനങ്ങളിലും ഭരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാലോ, കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ അതിശക്തമായൊരു വകുപ്പുണ്ട്. ആ വകുപ്പിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 356 വകുപ്പ് എന്നുള്ളതാണ്. ഈ 356 വകുപ്പിൻ്റെ പ്രത്യേകത എന്താ? ആ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ കേന്ദ്ര സർക്കാരുകൾ പിരിച്ചുവിടുന്നത്, എന്നിട്ട് അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഈ 356 വകുപ്പ് പ്രയോഗിക്കുക? ഗവർണർ എന്നൊരു റിപ്പോർട്ട് ഇങ്ങോട്ട് എഴുതി വാങ്ങിക്കും, എന്നിട്ട് ആ റിപ്പോർട്ടിന് മേലിൽ കേന്ദ്ര ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്ത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കും, എന്നിട്ട് ഈ സർക്കാരിനെ പിരിച്ചുവിടാൻ പറയും. ഇത് ആദ്യം അനുഭവിച്ച ജനത കേരളമാണ്, അല്ലേ? 1957 അധികാരത്തിൽ വന്ന EMS സർക്കാരിനെതിരെ 1959 അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കേന്ദ്ര സർക്കാരാണ് ആർട്ടിക്കിൾ 356 ആദ്യമായി പ്രയോഗിക്കുന്നത്. അങ്ങനെ പിന്നീട് ധാരാളം സംസ്ഥാന സർക്കാരുകളെ 356 വകുപ്പ് ഉപയോഗിച്ച്, ഈ ഗവർണറുടെ റിപ്പോർട്ട് വാങ്ങിച്ച് 356 വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടൊരു ചരിത്രം കോൺഗ്രസിനാണുള്ളത്. കോൺഗ്രസ്സാണ് അക്കാര്യത്തിലൊരു മാതൃക സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അക്കാര്യത്തിൽ BJPയും അതേ ശ്രമം പിൽക്കാലത്ത് അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തിട്ട് തന്നെയുണ്ട്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 1998 LK അദ്വാനിയുടെ നേതൃത്വത്തിൽ, അന്ന് വാജ്പേയി വിദേശ പര്യടനത്തിന് പോയിരിക്കുകയാണ്, LK അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു ക്യാബിനറ്റ് യോഗം കൂടിയിട്ട് അന്ന് ബീഹാറിൽ ഭരിച്ചിരുന്ന റാബ്രി സർക്കാരിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം കേന്ദ്ര ക്യാബിനറ്റ്, അന്ന് KR നാരായണനായിരുന്നു രാഷ്ട്രപതി, അദ്ദേഹത്തിന് അയച്ചു. അന്ന് അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല, അദ്ദേഹം തിരിച്ചയച്ചു. പിന്നീട് വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ വാജ്പേയി പക്ഷേ അത് പ്രസ് ചെയ്യേണ്ട എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ ഈ വകുപ്പ് എപ്പോഴൊക്കെ ആരൊക്കെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവരൊക്കെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ വകുപ്പ് ഇപ്പോൾ അത്ര അനായാസം എടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഷേർ സിംഗ് കേസ് മുതൽ ഇങ്ങോട്ടേക്ക് ഏറ്റവും ഒടുവിൽ SR ബൊമ്മെ കേസ് വരെയുള്ള പലതരത്തിലുള്ള കേസുകളിൽ സുപ്രീം കോടതി 356 വകുപ്പ് പ്രയോഗിക്കുന്നതിനെതിരെ കടുത്ത നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിനെ 356 വകുപ്പ് ഉപയോഗിച്ച് വളരെ നിസ്സാരമായി പിരിച്ചുവിടുന്നത് ഇപ്പോൾ അനായാസമല്ല. അഥവാ അങ്ങനെ ചെയ്താൽ തന്നെ ആ സർക്കാർ സുപ്രീം കോടതിയിൽ കേസിന് പോയാൽ കേന്ദ്ര സർക്കാർ വിജയിക്കാത്തൊരു നിയമ സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന വകുപ്പ് ഏറെക്കുറെ 356 വകുപ്പ് അപ്രസക്തമായിരിക്കുകയാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നലെ സുപ്രീം കോടതി ഒരു വലിയ സുപ്രധാനമായൊരു വിധി പ്രസ്താവം ഉത്തർപ്രദേശിനെ കുറിച്ച് നടത്തിയല്ലോ. എന്താണ് ആ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്? ഉത്തർപ്രദേശിൽ നിയമവാഴ്ച തകർന്നിരിക്കുന്നു, സിവിൽ കേസുകൾ, ക്രിമിനൽ സ്യൂട്ട്സ്. അതെ, അപ്പം നിയമവാഴ്ച തകർന്നിരിക്കുന്നു എന്ന് രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സഞ്ജീവ് ഖന്നയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരൊറ്റ വരി മതി കേട്ടോ ഒരു സർക്കാരിനെ പിരിച്ചുവിടാൻ. ഒരു സർക്കാർ തീരുമാനമെടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉത്തർപ്രദേശ് BJP ഭരിക്കുന്നുണ്ട്, അതൊരു വിഷയമാവില്ല. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവം രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസ് തന്നെ പറയുന്നത്. നിയമവാഴ്ച തകർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുള്ളത്. കേരളത്തിൽ പരാമർശം മാത്രമായിട്ടാണ്, അതൊരു പരാമർശമാണ്. പക്ഷേ അതെടുത്ത് ഉപയോഗിക്കണമെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അതൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ആ വകുപ്പ് ദുർബലമായിരിക്കുന്നു പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 356 വകുപ്പിനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ 356 പ്രയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിന്നെ എന്താണ് കേന്ദ്ര സർക്കാരുകൾ ചെയ്തുകൊണ്ടിരുന്നത്? അത് ആരധികാരത്തിൽ വന്നാലും ചെയ്തുകൊണ്ടിരുന്നത് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സംസ്ഥാന സർക്കാരുകൾ, സംസ്ഥാന നിയമസഭകൾ, മന്ത്രിസഭകൾ പാസ്സാക്കുന്ന ഓർഡിനൻസുകളോ നിയമങ്ങളോ തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ അതിനൊരു റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഗവർണർമാർ ചെയ്തുകൊണ്ടിരുന്ന. ആരിഫ് മുഹമ്മദ് ഖാൻ അക്കാര്യത്തിൽ വലിയ രീതിയിൽ ആ റോൾ വഹിച്ചിട്ടുള്ള ഒരു ഗവർണറായിരുന്നു. എത്ര തരത്തിലുള്ള സംഘർഷങ്ങളാണ് സംസ്ഥാന സർക്കാരും ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ എന്തെല്ലാം ഏറ്റുമുട്ടലുകളാണ് നടന്നത്. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കേസിന് പോയിട്ടുള്ള ആളുകളാണല്ലോ. അത്തരം കേസുകളുമായിട്ടാണ് കേരളം പോയിട്ടുള്ളത് എങ്കിൽ തമിഴ്നാട് പോയിട്ടുണ്ട്, പശ്ചിമ ബംഗാൾ പോയിട്ടുണ്ട്, അതേപോലെ തന്നെ തെലുങ്കാന പോയിട്ടുണ്ട്, പഞ്ചാബ് പോയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഇത്രയേറെ ബുദ്ധിമുട്ടിച്ച മറ്റൊരു ഗവർണർ ഉണ്ടായിട്ടില്ല, ജഗദീപ് ധൻഖറിനെ പോലെ. അദ്ദേഹമാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലായിരുന്നു മമതാ ബാനർജിയും ജഗദീപ് ധൻഖറുമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഒരു വ്യക്തത. ഈ ബില്ലുകൾ അസെൻഡ് ചെയ്യുന്നതിൽ, അതിനകത്ത് അനുമതി നൽകുന്നതിൽ ഗവർണർക്ക് എത്രത്തോളം സമയമെടുക്കാമെന്നത് സംബന്ധിച്ചൊരു അവ്യക്തത ഭരണഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. കഴിയുന്നത്ര വേഗത്തിൽ എന്ന് പറയുന്ന ഒരു സമയപരിധിയല്ല. അപ്പോൾ ആ സമയപരിധി നിശ്ചയിക്കപ്പെടാത്തത്
കിട്ടാത്തതിൻ്റെ ആനുകൂല്യം ഉപയോഗിച്ച് പല രീതിയിലും ഈ ബില്ലുകൾ പിടിച്ചു വെക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയായിരുന്നല്ലോ. ആ പ്രതിസന്ധിയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ തമിഴ്നാട് കേസിന് പോയത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ വിധി എന്താ? സുപ്രീം കോടതി അക്കാര്യത്തിൽ ഒരു സമയപരിധി നിശ്ചയിച്ചു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു നിയമസഭ ഒരു നിയമം പാസ്സാക്കി ഗവർണർക്ക് അയച്ചു കൊടുത്താൽ ഗവർണർക്ക് അതിനുമേലിൽ ഒപ്പിടാനുള്ള സമയം 1 മാസമായി നിശ്ചയിച്ചു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള വിരുദ്ധാഭിപ്രായം ഗവർണർക്കുണ്ടെങ്കിൽ ഗവർണർക്ക് അത് രേഖപ്പെടുത്താനുള്ള അവകാശം ഭരണഘടനാപരമായിട്ടുണ്ട്. അപ്പോൾ രേഖപ്പെടുത്തുകയാണ് എങ്കിൽ അത് 3 മാസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം, അല്ലേ? ഇനി ഒരിക്കൽ കൂടി അത് നിയമസഭ പ്രസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാബിനറ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതും ഒപ്പിടാൻ ഗവർണർ ബാധ്യസ്ഥമാണ്. അപ്പോഴും അനിശ്ചിതകാലമായിട്ട് അത് നീട്ടിക്കൊണ്ടുപോകായിരുന്നു. അതിനും ഒരു സമയപരിധി നിശ്ചയിച്ചു. 3 മാസത്തിനുള്ളിൽ അത് അസെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വിധിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതെങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാവുന്നത്? അതാണല്ലോ നമ്മുടെ ചോദ്യം. ഞാൻ നേരത്തെ വിശദീകരിച്ച അതുകൊണ്ടാണ്. ആർട്ടിക്കിൾ 356 എടുത്തുപയോഗിക്കാൻ കഴിയാത്തൊരു നിയമ സാഹചര്യം രാജ്യത്ത് രൂപപ്പെട്ടിരിക്കുന്നു. ഇനി ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനത്തെ നിയമനിർമ്മാണത്തെ പ്രതിസന്ധിയിലാക്കുകയോ അനിശ്ചിതകാലമായി നീട്ടിക്കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിയാൽ ആ ശ്രമം ഇനി വിജയിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് അതിനകത്തൊരു ക്ലാരിറ്റി വന്നിരിക്കുന്നു, അതിനകത്തൊരു വ്യക്തത വരുത്തിയിരിക്കുന്നു എന്ന് മാത്രവുമല്ല, ഇന്നിപ്പോൾ നോക്കിക്കേ, ഈ സുപ്രീം കോടതിയുടെ ഒരു ഇൻഹറന്റ് പവർ അവർ ഉപയോഗിച്ചതുണ്ടോ? ഈ ആർ എൻ രവിയുമായി ബന്ധപ്പെട്ട് 10 ബില്ലുകളാണല്ലോ സംസ്ഥാന സർക്കാരിൻ്റെ തടഞ്ഞു വെച്ചത്. ആ 10 ബില്ലുകൾ ഒരു പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചുകൂട്ടി വീണ്ടും പാസ്സാക്കി. അത് വീണ്ടും പാസ്സാക്കിയിട്ട് സ്റ്റാലിൻ അത് അയച്ചപ്പോഴും അതിൻ്റെ മുകളിൽ അടയിരുന്നു, നിശബ്ദത പാലിച്ചു. അത് ഒറ്റയടിക്ക് നിയമമാക്കി ഇന്ന് സുപ്രീം കോടതി എന്നുള്ളതാണ്. ആ 10 ബില്ലുകളും നിയമമാക്കി എന്ന് തിരിച്ചയച്ചോ, അത് പ്രസ് ചെയ്ത് വീണ്ടും ആ ബില്ല് തിരിച്ചയച്ചോ അന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വന്നതായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഇതിൽ പരം നാണക്കേട് ഒരു ഗവർണർക്ക് വരാനില്ല. പക്ഷേ ഞാൻ പറയുന്നത് അത് മനോഹരമായൊരു വിധിയാണ്. അത് ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന വിധിയാണ്. അത് മാത്രമല്ല, ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ടല്ലോ, അത് വളരെ വളരെ പ്രധാനമാണ്. ഈ വിധിയേക്കാളും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് ആ നിരീക്ഷണങ്ങളെയാണ്. ഒന്ന് നോക്കൂ, ഒന്നാമത് പാർലമെൻ്ററി ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട് വേണം ഗവർണർ പ്രവർത്തിക്കാൻ എന്നുള്ളതാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ട് വേണം ഗവർണർ പ്രവർത്തിക്കാൻ എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആണ് നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ജനങ്ങളുടെ വില്ലാണ് ഒരു സർക്കാർ, ഒരു നിയമസഭ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ വില്ലിനൊരു തടസ്സവും ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളത് അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് ഗവർണറോട്, എല്ലാ ഗവർണർമാരോടും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ നിരീക്ഷണം എന്താ? രാഷ്ട്രീയമായല്ല, സുഹൃത്തായി വഴികാട്ടിയായി വേണം ഗവർണർ പ്രവർത്തിക്കാൻ. ഗവർണർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നയാളായിരിക്കണം, ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷകനായിരിക്കണം, അവരെ നയിക്കേണ്ടത് ഭരണഘടനയായിരിക്കണം. ഇനി പറഞ്ഞ പ്രസ്താവമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നത്. രാഷ്ട്രീയ പരിഗണന വെച്ചായിരിക്കരുത് ഗവർണർമാർ തീരുമാനമെടുക്കുന്നത്. പൊളിറ്റിക്കൽ എക്സ്പീഡിയൻസി പാടില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ പരിഗണനകൾ വെച്ചായിരിക്കരുത് ഗവർണർമാർ തീരുമാനമെടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സർക്കാരിൻ്റെ നിയമനിർമ്മാണത്തെ അംഗീകരിക്കാൻ പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഗവർണർക്ക് ബാധ്യതയുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സുപ്രീം കോടതി ഇന്ന് നിരീക്ഷിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെയും ഭരണഘടനയുടെയും താല്പര്യങ്ങൾ താൻ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ഓരോ ഗവർണർമാരും സ്വയം പരിശോധിക്കണം എന്നുകൂടി അത് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ലല്ലോ, ഏറ്റവും നിർണായകമായ ഈ വിധി പ്രസ്താവത്തിലൊരു നിരീക്ഷണം എന്ന് പറയുന്നത് മന്ത്രിസഭയുടെ തീരുമാനത്തെ മാനിക്കണം. ഗവർണർക്ക് പ്രത്യേക വിവേചനാധികാരമില്ല എന്നുകൂടി ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറയുന്നത് ഗവർണർ ഡസ് നോട്ട് പൊസസ് എനി ഡിസ്ക്രിഷൻ ആൻഡ് ഹാസ് ടു മാൻഡേറ്ററിലി ആക്ട് ഓൺ ദി എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്നാണ്. മന്ത്രിസഭയുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് ആണ്. ആ ഉപദേശം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ട ഒരാളാണ് ഗവർണറെന്നും അദ്ദേഹത്തിന് പ്രത്യേകമായ അധികാരങ്ങളോ സവിശേഷമായ വിവേചനാധികാരമോ ഇല്ല എന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വിവേചനാധികാരമില്ല എന്നൊക്കെ. ഇപ്പോൾ തെലങ്കാന ഗവർണർ എതിരായിട്ട് തെലങ്കാന സർക്കാർ പോയപ്പോഴത്തേക്കും അന്ന് രാത്രി തെലങ്കാന ഗവർണർ 7 or 8 ബില്ലുകൾ ഒപ്പുവെച്ചായിരുന്നു കേട്ടോ, അസെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലും പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് DY ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്നും പറയുന്നുണ്ട്, നിങ്ങൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഗവർണറുടെ ചുമതല എന്ന് പറയുന്നത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ ആ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് ചുമതലപ്പെട്ട ഒരാൾ മാത്രമാണ്. എന്നാൽ അദ്ദേഹം സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തെ മന്ത്രിസഭയ്ക്കോ സംസ്ഥാനത്തെ നിയമസഭയ്ക്കോ മുകളിലുള്ള ഒരാളല്ല. ഇപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന നിയമസഭയുടെയും ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരാൾ മാത്രമാണ് ഗവർണർ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിധിയുടെ ഏറ്റവും ശക്തി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെ
ചെയ്ത് ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ ഫെഡറലിസം പല തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല സംസ്ഥാനങ്ങളും വലിയ പരാതികളുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് എന്താണ്? വിവേചനം കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളോട് കാണിക്കുന്നു, അത് ഫെഡറലിസത്തിൻ്റെ തത്വത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ, സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഈ പറയുന്ന ഇത്തരം ഒരു പ്രഖ്യാപനത്തിലൂടെ, ഒരു വിധിയിലൂടെ പിന്നെ സുപ്രീം കോടതി ആ ഫെഡറൽ പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഫെഡറൽ പ്രിൻസിപ്പിൾ, അതിനെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ഗവർണറുടെ പിന്നെ ബില്ലിനെ അസെൻഡ് ചെയ്യാനുള്ള സമയപരിധി നിശ്ചയിച്ച് ഒരു വിധി പ്രസ്താവം നടത്തിയ നിലയ്ക്ക് മാത്രം നമ്മൾ ചുരുക്കി കണ്ടുകൂടാ. മറിച്ച് ഇത് രാജ്യത്തിൻ്റെ മൊത്തം നന്മയ്ക്ക് ഗുണകരമാണ്. ഭരണഘടന എന്ന് പറയുന്നത് രാജ്യത്തെ ഫെഡറൽ സ്റ്റേറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ആ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിരിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളിലേക്ക് കടന്നു കയറുന്നതിനകത്ത് കേന്ദ്ര സർക്കാരിന് പരിമിതിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫെഡറൽ സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കാൻ, ഭരണഘടന അനുശാസിക്കുന്ന ഫെഡറൽ സ്വഭാവത്തെ ഉയർത്തിപ്പിടിക്കാൻ ഗവർണർ, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഗവർണർ ബാധ്യസ്ഥനാണ് എന്ന് വ്യക്തമാക്കുകൂടെ ചെയ്തിരിക്കുകയാണ് ഈ വിധി. അതുകൊണ്ട് ഒരു സമയപരിധി നിശ്ചയിച്ച്, ഗവർണർക്ക് ബിൽ അസെൻഡ് ചെയ്യാനുള്ള സമയപരിധി നിശ്ചയിച്ച് മാത്രം നടത്തിയിട്ടുള്ള വിധി പ്രസ്താവമായി നമ്മൾ ഇതിനെ ചുരുക്കി കാണേണ്ട. നിശ്ചയമായും ഇന്ത്യൻ നിയമചരിത്രത്തിലെ വളരെ വളരെ സുവർണമായൊരു ദിവസമായും നല്ല മനോഹരമായൊരു വിധിയുമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് ഒരേ സമയം തന്നെ കേന്ദ്ര സർക്കാരിനുള്ള പിന്നെ മുന്നറിയിപ്പാണ്, അത് ഗവർണർമാർക്കുള്ള മുന്നറിയിപ്പാണ്, അത് സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാധികാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യൻ ഫെഡറലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി പ്രസ്താവവുമാണ്. വിധി കേന്ദ്രത്തിന് താക്കീതായോ എന്നുള്ളതാണ് ചോദ്യം. വിധി കേന്ദ്രത്തിന് താക്കീതാണ്. ഇത് യഥാർത്ഥത്തിൽ സ്റ്റാലിനും ആർ എൻ രവിയും തമ്മിലുള്ള ഒരു പോര്, അതിൻ്റെ അവസാനമായി ഇപ്പോൾ സ്റ്റാലിൻ്റെ ഹർജിക്ക്, തമിഴ്നാട് സർക്കാരിൻ്റെ ഹർജിക്ക് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരുമ്പോഴും ഇത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മളൊക്കെ മനസ്സിലാക്കുക എന്നല്ല, അതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി സർക്കാരും തമ്മിലുള്ള പോര്, ആ പോരിൽ ഗവർണറുടെ മുഖഭാവങ്ങൾ, അദ്ദേഹം എടുത്തിരുന്ന പ്രതികരണങ്ങൾ, അതൊക്കെ നോക്കുമ്പോൾ രാജ്ഭവൻ ഒരു കൊട്ടാരമാണെന്നും താനൊരു രാജാവാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ തരത്തിൽ ചാവി കൊടുത്ത് പ്രവർത്തിക്കാവുന്ന രീതിയിൽ ഗവർണർമാരെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നു. ആ രൂപത്തിൽ കേന്ദ്രത്തിൻ്റെ കൃത്യമായ തീരുമാനങ്ങൾ നടപ്പാക്കുന്നു. ആ രൂപത്തിലും വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിട്ടുള്ള പോര് ഏതൊക്കെ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു നമ്മൾ കണ്ടതാണ്. അത് പശ്ചിമ ബംഗാളായാലും അതെ, പഞ്ചാബ് ആയാലും അതെ, തമിഴ്നാടായാലും അതെ, കേരളവും ആയാലും അതെ. തമിഴ്നാട്ടിൽ, പശ്ചിമ ബംഗാളിൽ മമതയെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച ഗവർണർക്ക് നല്ല പദവി തന്നെ കൊടുത്തു എന്നുള്ളതാണല്ലോ. പിന്നീട് രാഷ്ട്രപതിയായി അദ്ദേഹം മാറുകയാണ്, ജഗദീപ് ധൻഖർ. അപ്പോൾ അത് അവിടെ പോര് നടത്തി മമതയെ ബുദ്ധിമുട്ടിച്ചതിനുള്ള റിവാർഡാണത്. അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാനെയും ബീഹാറിലേക്ക് അയച്ചിരിക്കുന്നത്. അതും അദ്ദേഹത്തിനുള്ള റിവാർഡാണ്. അപ്പോൾ ആ തരത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഗവർണർമാരെ അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇനി BJP മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിനെ സംബന്ധിച്ച് EMS സർക്കാരിനെ താഴെ ഇറക്കിയ ഘട്ടം മുതൽ ആ രൂപത്തിൽ പോകുന്നുണ്ട്. വേറെയും ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടങ്ങളിൽ ഗവർണർമാരെ ആ രൂപത്തിൽ കോൺഗ്രസിന് താല്പര്യമുള്ളവരെ തന്നെയാണ് ഗവർണർമാരായി നിയമിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും വല്ലാത്ത രീതിയിൽ, ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ, സംസ്ഥാനങ്ങൾക്ക് ഭരിക്കാൻ പറ്റാത്ത രീതിയിൽ ഗവർണർമാർ പ്രവർത്തിക്കുന്ന സാഹചര്യം വന്നത് BJP ഭരിച്ച ശേഷമാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങളും വിധിയുമൊക്കെ വളരെ സുപ്രധാനമാണ്. ഗവർണർമാരുടെ അധികാരം നിർണ്ണയിക്കുന്ന, അധികാരത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിധികൾ ഇതിനകം വന്നിട്ടുണ്ട്. നാബാം റാബിയ കേസ്, അത് 2016 1974 ഒരു ഉത്തരവുണ്ടായിട്ടുണ്ട്. ഷംസേർ സിംഗ് കേസ്, രാമേശ്വർ പ്രസാദ് കേസ് 2006 R.A. മേത്ത കേസ് 2013 ഏറ്റവും ഒടുവിലാണ് പഞ്ചാബ് ഗവർണർ കേസ്, അത് 2023. ഇതിലൊക്കെ തന്നെയും ഗവർണർമാർക്ക് എത്രത്തോളം അധികാരമുണ്ട്, അവരുടെ അധികാര പരിധി കൃത്യമായി നിർണ്ണയിക്കുന്ന വിധികളായിരുന്നിട്ട് പോലും പിന്നെയും അത് സംഭവിക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ തമിഴ്നാട് സർക്കാരിന് കോടതിയിൽ പോകേണ്ടി വന്നത്. അതിനു മുമ്പ് തന്നെ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. ഈ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് സ്റ്റാലിൻ. അതോടൊപ്പം തന്നെ അവരുടെ പോരിൻ്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാലിൻ ഗവർണർ പോര് രൂക്ഷമായത് സംസ്ഥാന ഗീതം, അത് തമിഴ് തായ് വാഴ്ത്ത് എന്ന ഗാനം അത് ആലപിച്ചപ്പോൾ അതിൽ ദ്രാവിഡ എന്ന ഭാഗം ഒഴിവാക്കി. അത് ഈ ഗവർണർ വിളിച്ചൊരു ചടങ്ങായിരുന്നു, ദൂരദർശനുമായി ബന്ധപ്പെട്ടൊരു പരിപാടി. അത് ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ ഈ ദ്രാവിഡ എന്ന ഭാഗം ഒഴിവാക്കുന്നു. ഈ സംസ്ഥാന ഗീതം എന്ന് പറയുന്നത് മലയാളിയാണ് എഴുതിയത്. മലയാളിയായ
സുബ്രഹ്മണ്യം പി സുന്ദരം പിള്ള രചിച്ചതാണ് ആ സംസ്ഥാന, അത് DMK സർക്കാരാണ് സംസ്ഥാന ഗീതമായി മാറ്റിയത്, പ്രഖ്യാപിച്ചത്. അതിൽ ദ്രാവിഡ എന്ന ഭാഗം ഒഴിവാക്കി എന്നതിൽ വലിയ പ്രതിഷേധം അന്ന് മുതലാണ് ആ പോര് തുടങ്ങുന്നത്. പിന്നീട് പല കാര്യങ്ങളിലായി ഗവർണറുമായിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ കേരളത്തിലെ പോലെ തന്നെ സമാനമായി ഈ യൂണിവേഴ്സിറ്റികളിൽ ചാൻസലർ പദവി ഗവർണർക്ക് വേണ്ട, അത് മുഖ്യമന്ത്രിക്കാക്കണം എന്നുള്ളൊരു തീരുമാനമുണ്ട്. അതടക്കമുള്ള ബില്ലുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോടതിയിലേക്ക് പോയത്. ഈ 10 ബില്ലുകളാണ് നിയമമായിരിക്കുന്നത്. ഒന്ന്, തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി VC നിയമനത്തെ ചൊല്ലി ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അതടക്കം ഉള്ള ഈ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. പിന്നെ ഒന്ന് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നീറ്റ് പരീക്ഷ തമിഴ്നാട്ടിൽ വേണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നു. അതും ഇപ്പോൾ നിയമമായി വരികയാണെങ്കിലും നിയമവിദഗ്ധർ പറയുന്നത് അതിനെ ഇനിയും കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാം. കാരണം അത് കേന്ദ്രത്തിൻ്റെ തീരുമാനമല്ല. നീറ്റ് എന്നുള്ളത് കേന്ദ്ര പരീക്ഷയാണ്. അതിന്മേൽ തമിഴ്നാട് സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. എങ്ങനെയാണെങ്കിലും ഇതൊരു സന്ദേശമാണ്. അതായത് ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ പിടിമുറുക്കുന്ന രീതി ഇനി നടക്കില്ല എന്ന് തന്നെ കൃത്യമായി കോടതി പറയുകയാണ്. പലപ്പോഴും നമ്മുടെ സംസ്ഥാന സർക്കാർ പോയിരിക്കുന്ന ഹർജിയിൽ പറയുന്നത് 23 മാസമായി നമ്മുടെ ബില്ലുകൾ പിടിച്ചു വെച്ചിട്ട്, അതിൽ പല ഇടുക്കി ഭൂപതിവ് പട്ടയം അടക്കമുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുന്നു. അതിലും ഈ ചാൻസലർ പദവി എടുത്തു കളയണമെന്നുള്ള കാര്യവും അവിടെ നിൽക്കുന്നുണ്ട്. അതിലടക്കമുള്ള ബില്ലുകളാണ് ഇപ്പോൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കോടതിയിൽ നമ്മൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്മേൽ യഥാർത്ഥത്തിൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വിധി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷേ അതുണ്ടായില്ല. അത് സുപ്രീം കോടതി 13-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഈ കേന്ദ്രവുമായുള്ള ഏറ്റുമുട്ടലിൽ യഥാർത്ഥത്തിൽ തമിഴ്നാട് DMK ഇതിനു മുമ്പും ഈ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് ഈ അടിയന്തരാവസ്ഥക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോയത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ്, സ്റ്റാലിൻ്റെ അച്ഛൻ കരുണാനിധിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഫെഡറലിസം സംരക്ഷിക്കാൻ വേണ്ടി തമിഴ്നാട് മുൻകൈയിൽ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഐക്യപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മാസം നടന്നിരിക്കുന്ന സമ്മേളനം കൂടിയുണ്ടല്ലോ, ചെന്നൈയിൽ നടന്ന സമ്മേളനം, അതടക്കം നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു വിജയമായി കൂടിയാണ് ഇതിനെ അവർ വിലയിരുത്തുന്നത്. ഇനി ആ പദവിയിൽ RL രവി ഇരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹം യഥാർത്ഥത്തിൽ രാജിവെക്കുകയാണ് വേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം ഈ ഘട്ടം വരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൻ്റെയും സമാനമായ കേസ് കൂടിയാണ്. അപ്പോൾ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കും ആ വിധിയും വരിക. അപ്പോൾ മെയ് 13-ാം തീയതി അതിന്മേൽ വിധി വരുമ്പോൾ തുടർച്ചയായി ഗവർണർമാരുടെ ഈ ഇടപെടലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിന്നും വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കാനുള്ള നീക്കത്തിനുള്ള തിരിച്ചടിയായിട്ട് കൂടിയാണ് അതിനെ കാണേണ്ടത്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിനെ എത്രത്തോളം എടുക്കുന്നു എന്നൊരു വിഷയമുണ്ടല്ലോ. കാരണം ഇതിനകം തന്നെ ഗവർണർമാരുടെ അധികാരപരിധി സംബന്ധിച്ച് വന്നിരിക്കുന്ന വിധികൾ, ആ വിധികളെ എങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്, അതൊക്കെ എന്തെങ്കിലും ഒരു പഴുതുപയോഗിച്ച് അതിന്മേൽ അധികാരം കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ UPA സർക്കാരുമായി ബന്ധപ്പെട്ട് അവിടെ നിയമവ്യവസ്ഥ തകർന്നിരിക്കുന്നു എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞിട്ടും അതിന്മേലൊരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. അതിന്മേലൊരു നടപടിയിലേക്കും പോകുന്നില്ല. അപ്പോൾ കോടതി വിധികൾക്കും മേലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ സ്വാഭാവികം നടത്തും. പക്ഷേ അതിന്മേൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുമിച്ച് നിൽക്കുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഗവർണറുടെ സംസ്ഥാന സർക്കാരുമായുള്ള തർക്കം, അത് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട വിഷയം വന്നു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം അതിൽ ഏത് പക്ഷത്ത് നിൽക്കണമെന്നുള്ള കാര്യത്തിൽ കുറച്ച് ആശങ്കപ്പെട്ടിട്ടുണ്ട്. കാരണം യൂണിവേഴ്സിറ്റികളിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരെ, CPM-ന് താല്പര്യമുള്ളവരെ തിരികെ കയറ്റുന്നു എന്നുള്ള വിഷയമുണ്ട്. അത് ഏത് സർക്കാർ ഭരിക്കുമ്പോൾ, UDF സർക്കാർ ഭരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലൊക്കെ എടുത്തിരിക്കുന്ന ആ തീരുമാനം, അപ്പോൾ അതിൽ ഗവർണർ എടുത്ത നിലപാടിനൊപ്പം നിൽക്കണമോ എന്നുള്ള ശങ്കയുണ്ടായി. അതേസമയം ഒത്തുകളിയാണോ എന്നുള്ള ശങ്കയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം ഒരു നിലപാടെടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി നിൽക്കുന്നു. അപ്പോൾ ഇനി ഇങ്ങനെയൊരു ഉത്തരവ് കൂടി വന്ന പശ്ചാത്തലത്തിൽ, തമിഴ്നാടിന് അനുകൂലമായി ഒരു വിധി വന്ന പശ്ചാത്തലത്തിൽ ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ
നിയന്ത്രണം എടുക്കാനുള്ള കേന്ദ്രത്തിൻ്റെ ശ്രമം എന്നുള്ളതിൽ കോൺഗ്രസ് കൂടി കുറച്ചുകൂടി വ്യക്തമായ പ്രതികരണം നടത്തുമോ എന്നുള്ളതും കൂടി അറിയേണ്ടതുണ്ട്. ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അഹമ്മദാബാദിൽ അവിടെ സമ്മേളനം നടക്കുകയാണ്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്തിന് വലിയ പ്രതീക്ഷയാണ് 13-ാം തീയതി നമുക്ക് അനുകൂലമായ ഒരു വിധി വരും എന്നുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രതികരണവും ചിലപ്പോൾ ബീഹാറിൽ നിന്ന് ഒരുപക്ഷെ ഉണ്ടായേക്കാം. അതും നമ്മൾ കേരളം കാത്തിരിക്കുന്ന ഒരു പ്രതികരണം തന്നെയാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വിധി കേന്ദ്രത്തിനുള്ള താക്കീതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സുജിയ, ഈ ചോദ്യം നമ്മളിപ്പോൾ വിധി കേന്ദ്രത്തിനുള്ള താക്കീത് എന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് മാത്രമല്ല, നേരത്തെ ഭരിച്ചിരുന്ന ആളുകളടക്കം ചെയ്തിരുന്ന ആരായാലും ഗവർണർ എന്ന് പറയുന്ന ആ ഒരു പോർട്ട്ഫോളിയോ, ആ ഒരു പദവിയെ അതൊരു ചട്ടുകമാക്കി ഉപയോഗിച്ച എല്ലാവർക്കുമുള്ള തിരിച്ചടിയാണ്. അതിന് ഒരു മുൻകാല പ്രാബല്യത്തോടു കൂടിയുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ താക്കീത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം നിലവിൽ ഭരിക്കുന്ന സർക്കാർ ഇനിയിപ്പോൾ മാറി അന്ന് ഭരിച്ച ആളുകളൊക്കെ തിരിച്ചു വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണല്ലോ. ഇവിടെ പ്രധാനമായും ഈ ഒരു വിധിയിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സമയപരിധിയാണ്. ഈ കാലാകാലങ്ങളായി നീട്ടിക്കൊണ്ടു പോകുന്നതിന് ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള ഭാഗമായിരുന്നല്ലോ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെടുത്തങ്ങ് സുപ്രീം കോടതി മാറ്റി കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ റിപ്പീൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാവുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുമുണ്ട്. ഇവിടെ നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചു വെക്കുന്നതിന് 2 തരത്തിൽ സമയപരിധി നിശ്ചയിക്കുന്നു എന്നുള്ളത് എന്തിനാണ്? ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകരുത്. ഈ ബിൽ നിയമമാക്കുന്നത് എന്തിനാണ്? ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണല്ലോ ഈ ബില്ല് കൊണ്ടുവരുന്നതും നിയമം പാസ്സാക്കുന്നത്. അപ്പോൾ ജനത്തിന് അത് ഉപകാരപ്പെടാതെ പല കാര്യങ്ങളും നീണ്ടുപോവുകയാണ്. ഒരു കാര്യവുമില്ലാതെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു കാര്യത്തിന് ഒരു സമയപരിധി വെക്കുകയാണ്. അപ്പോൾ ഗവർണറുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ രാഷ്ട്രീയ താല്പര്യപ്രകാരമോ ഒന്നും ഒരു കാര്യത്തിലും ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഈ ഗവർണർ അനുമതി നിഷേധിച്ച ബില്ലുകൾ അത് നിയമസഭ വീണ്ടും പാസ്സാക്കി തിരിച്ചയക്കുകയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. അവിടെയും ഇപ്പോൾ ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ക്ലോസിൽ പിടിച്ചുകൊണ്ട് അതും നീട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും സമയപരിധി വെച്ചത് അത് ഗവർണർമാർക്ക് കൃത്യമായ ഒരു നിർദ്ദേശമായി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ബില്ല് പിടിച്ചു വെക്കണോ, ബില്ല് പാസ്സാക്കണോ, അതോ രാഷ്ട്രപതിക്ക് അയക്കണോ, എന്തായാലും തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ എടുക്കണം എന്നുള്ളത് അത് കൃത്യമായ ഒരു ഇൻസ്ട്രക്ഷനായി അത് ഒരു രാഷ്ട്രീയ തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീത് തന്നെയാണ്. ഇനി അടുത്തത് ഈ വിവേചനാധികാരം സംബന്ധിച്ചുള്ള അനുച്ഛേദം 200 വിവേചനാധികാരം സംബന്ധിച്ച് സുപ്രീം കോടതി കൃത്യമായ ഒരു നിർവചനം കൊടുക്കാനും ഇന്നത്തെ ഈ ഒരു വിധിയിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. പോക്കറ്റ് വീറ്റോ, സമ്പൂർണ്ണ വീറ്റോ, ഈ 2 അധികാരവും ഇല്ല എന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഗവർണർമാർ ഈ ഒരു അധികാരം ഉപയോഗിക്കുന്നതിനായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഈ രീതിയിൽ ഗവർണർമാരെ ഈ പോക്കറ്റ് വീറ്റോ അല്ലെങ്കിൽ സമ്പൂർണ്ണ വീറ്റോ ഉപയോഗിക്കാനായി ഗവർണർമാരെ നിർബന്ധിതമാക്കുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഉദാഹരണങ്ങളിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭരണം, ഒരു സമാന്തര ഭരണം, അത് ഇനിയിപ്പോൾ ഏത് സർക്കാരായാലും, കേന്ദ്രം ഭരിക്കുന്ന ഏത് സർക്കാരായാലും അവർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇനി R.N. രവി എന്ന് പറയുന്ന പർട്ടിക്കുലർ പേഴ്സണിലേക്ക്, തമിഴ്നാട് ഗവർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ 2021 സെപ്റ്റംബർ 18 അദ്ദേഹം ഗവർണർ ആയപ്പോൾ മുതൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എപ്പോഴും വിവാദങ്ങളിലൂടെ മാത്രമാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ മുൻപത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണോ അതോ തമിഴ്നാട് ഗവർണർ R.N. രവിയാണോ കൂടുതൽ തലക്കെട്ടുകൾ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വാർത്തകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഉണ്ടാക്കിയതിൻ്റെ ഒരു 10 ഇരട്ടി ഇഷ്യൂസ് തമിഴ്നാട്ടിൽ R.N. രവി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഈ രാഷ്ട്രീയമായ മറുപടികളൊക്കെ കൊടുത്ത് സത്യപ്രതിജ്ഞ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. അതെ, അതെ, അല്ലേ? അപ്പോൾ കേസിൽപ്പെട്ട് തിരിച്ചു വന്ന അപ്പോൾ ആ R.N. രവി ഇതിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന പല തീരുമാനങ്ങളും അതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ സുപ്രീം കോടതി വിധി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനൊരു വലിയ തിരിച്ചടിയാണ്. കേന്ദ്രത്തിന് താക്കീത് എന്നതിനൊപ്പം തന്നെ R.N. രവി എന്ന ഗവർണർക്ക് ഒരു തിരിച്ചടിയായി കൂടി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. കാരണം അദ്ദേഹം 2023 ഏപ്രിലിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വെൻ എ ഗവർണർ വിത്ത് ഹോൾഡ്സ് അസെന്റ് ടു എ ബിൽ ദ ബിൽ ഈസ് ഡെഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള മറുപടി സുപ്രീം കോടതി പഞ്ചാബ് ഗവർണറുടെ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ഗവർണർക്ക് കൊടുത്തിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് തന്നെ അദ്ദേഹം താൻ ഈ പോകുന്ന റൂട്ട് കറക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. അന്ന് പഞ്ചാബ് ഗവർണറുടെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് റിജക്ഷൻ ഓഫ് എ ബിൽ ബൈ എ ഗവർണർ ഡസ് നോട്ട് മീൻ ഇറ്റ്സ് ഡെത്ത് എന്നാണ്. അങ്ങനെ അങ്ങ് ബില്ല് അന്തരിക്കുന്നില്ല എന്ന് കൃത്യമായി അന്നേ പറഞ്ഞു കൊടുത്തതാണ്. പിന്നെ 2 വർഷം കഴിഞ്ഞ് അടുത്ത താക്കീതിലേക്ക് സുപ്രീം കോടതി പോകുന്ന ഈ സാഹചര്യം നിർബന്ധിതമായി ഉണ്ടാക്കിയതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം തടഞ്ഞു വെക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്രയും വൈകിപ്പിക്കുന്നതിനോ കൃത്യമായ ഒരു കാരണമില്ലാതെ അത് ചെയ്യുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ കോടതിക്ക് ഇന്ന് മെൻഷൻ ചെയ്ത് പോകേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലിനി കേന്ദ്ര സർക്കാർ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത്? കാരണം അവരാണല്ലോ R.N. രവിയെ അവിടെ ഗവർണറായി തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്
പ്രതികരണങ്ങൾ വന്നിട്ടില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പോൾ അടുത്തതായി നിയമപരമായി എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് അവരൊരു പക്ഷേ നോക്കുന്നുണ്ടാകും. ഇനി നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണർമാരുടെ ഈ ഒരു ഭരണ ചരിത്രത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഈ വിധി ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് ഒരു താക്കീതാണ് എന്നത് നമ്മൾ പറയുമ്പോൾ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർമാരുടെ ഭരണ ചരിത്രത്തിൽ നമ്മൾ ശരത് പവാർ MLA-മാരുമായി നടത്തിയ ഒരു പ്രകടനം ഇക്കഴിഞ്ഞ അടുത്തിടെ നടന്നതാണല്ലോ. ശരത് പവാർ അന്ന് നടത്തിയ ഒരു പ്രകടനം ഉണ്ണിസാറിന് ഓർമ്മ കാണുമല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെ 1984 NT രാമറാവു അന്ന് അദ്ദേഹം രോഗശയ്യയിലായിരുന്നു. വീൽ ചെയറിലിരുന്നു കൊണ്ട്, കുറേ പഴയ കാര്യമാണ്, പക്ഷേ വീൽ ചെയറിലിരുന്നു കൊണ്ട് അദ്ദേഹം 162 MLA-മാരെയും കൊണ്ട് രാഷ്ട്രപതി ഭവനിലേക്ക് പോകുന്ന സംഭവം ഉണ്ടായത് 1984 അന്ന് ഭരിക്കുന്നത് ആരാണ് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. രാംലീല മൈതാനിയിൽ ഇന്ദിരാഗാന്ധിയുടെ മൂക്കിന് താഴെ പോയി ആ പ്രകടനം നടത്തുകയായിരുന്നു അദ്ദേഹം. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷത്തേക്കാൾ 11 പേർ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 11 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ ആന്ധ്ര ഗവർണർ രാംലാലിൻ്റെ അന്നത്തെ ചെയ്തികൾ, അന്ന് രാംലാൽ ആയിരുന്നു ഗവർണർ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അന്നത്തെ ആന്ധ്ര ഗവർണർ രാംലാൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഈ RN രവിയെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് രാംലാലുമായിട്ടാണ്. അപ്പോൾ രാംലാൽ അന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, അതിനെ ഇക്വേറ്റ് ചെയ്യുന്ന തരത്തിലേക്കാണ് ഇവിടെ ഇപ്പോൾ ഈ തമിഴ്നാട് ഗവർണറുടെ ആക്ഷൻസ് വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ ഭാസ്കര റാവുവിൻ്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് നടത്തിയ നീക്കങ്ങൾ അത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജമ്മു കശ്മീരിൽ അവിടെ ഗവർണർ ജഗ്മോഹനാണ്. ഗവർണർ ജഗ്മോഹനെ ഉപയോഗിച്ചുകൊണ്ട് ഫറൂഖ് അബ്ദുള്ള മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സർക്കാരുകളെ അട്ടിമറിക്കാനായിട്ടുള്ള, പിന്നെ കേരളത്തിലെ കാര്യം അങ്ങ് പറഞ്ഞല്ലോ, ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയ നീക്കം എന്താണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് സർക്കാരുകൾ എങ്ങനെയാണ് ഗവർണറെ ഉപയോഗിച്ച് ഭരണം അട്ടിമറിക്കുന്നത് എന്നതിന് കൃത്യമായ ഉദാഹരണം കോൺഗ്രസ് സർക്കാരുകൾ അവർ ഭരിച്ച കാലയളവിൽ പല ഘട്ടങ്ങളിലായി പല സംസ്ഥാനങ്ങളിലായി ചെയ്ത് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉരുക്കുമുഷ്ടി പ്രവർത്തിപ്പിക്കുന്നതാണ് നമ്മൾ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും തെലങ്കാനയിലായാലും പഞ്ചാബിലായാലും ഒക്കെ കണ്ടത്. എന്നാൽ ഈ സർക്കാരുകളെ അട്ടിമറിക്കുന്നതിനടക്കം ഉപയോഗിച്ച ഒരു ചരിത്രം മുന്നിൽ കിടക്കുകയാണ്. അപ്പോൾ ആ ചരിത്രം നോക്കി അതിനനുസരിച്ചുകൊണ്ട് ഞങ്ങളും കൂടി എന്നാൽ മത്സരിച്ചേക്കാം എന്ന മട്ടിൽ ഇപ്പോഴത്തെ സർക്കാർ ശ്രമിക്കരുത് എന്നൊരു താക്കീതാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടില്ല. ഈ മദിരാശി സംസ്ഥാനം ഉണ്ടായിരുന്ന 1952 അന്ന് അവിടെ ഭൂരിപക്ഷം കിട്ടിയിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം കൊടുത്ത യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് UDF-നെ തഴഞ്ഞുകൊണ്ട് അന്ന് ഗവർണർ സർക്കാർ ഉണ്ടാക്കാനായി ക്ഷണിക്കുന്നത് കോൺഗ്രസിനെയാണ്. അവിടെ എന്നിട്ട് ഭൂരിപക്ഷമില്ലാതെ ഒരു മന്ത്രിസഭയുണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് എതിർപക്ഷത്ത് നിന്ന് നമ്മളിപ്പോൾ പറയുന്ന ഈ കുതിരക്കച്ചവടമൊന്നും BJP അല്ല തുടങ്ങിയത്. 1952 നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നടന്ന കാര്യമാണ്. അപ്പോൾ അന്ന് ഈ കുതിരക്കച്ചവടം നടത്തി മറുഭാഗത്തുള്ള ജനപ്രതിനിധികളെ വാങ്ങുന്നു. അന്ന് ഈ ഗവർണർ ശ്രീപ്രകാശയാണ്. അപ്പോൾ ശ്രീപ്രകാശ രാജാജിയെ ഗവൺമെൻറ് രൂപീകരിക്കാൻ ശ്രമിച്ചത് ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. അപ്പോൾ ഇതൊക്കെ ചരിത്രത്തിൽ കിടപ്പുള്ള കാര്യങ്ങളാണ്. സംസ്ഥാന സർക്കാരിനെ, കേരള സർക്കാരിനെ അട്ടിമറിച്ചത് 1959 അല്ലേ? 1959 അട്ടിമറി അത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ചരിത്രമെന്ന് പറയുന്നത് അത് ഒരു റെഫറൻസായി നമ്മുടെ മുന്നിലുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ അന്ന് ചെയ്തവർക്ക് ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഈ കാര്യത്തിൽ, തമിഴ്നാട്ടിലെ കാര്യത്തിൽ ആഹ്ലാദിക്കുമ്പോൾ അന്ന് ചെയ്ത ചെയ്തികൾ എന്തായിരുന്നു എന്നുള്ളത് കൂടി ആ ഒരു ആർക്കൈവ്സ് ഒക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലും കൃത്യമായി ഇനി അങ്ങോട്ട് വിലയിരുത്തി പോകേണ്ടി വരും. അതുപോലെ തന്നെ യെദ്യൂരപ്പ ഭൂരിപക്ഷം തെളിയിക്കാനായിട്ട് സമയം ചോദിച്ച സംഭവം സമീപകാല ഇതിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാമനിർദ്ദേശം ചെയ്യുന്ന പുതുച്ചേരിയിൽ തോറ്റവരെ വരെ നാമനിർദ്ദേശം ചെയ്യുകയാണ് പുതുച്ചേരിയിലെ ലഫ്റ്റനന്റ് ഗവർണർ. അത് BJP-യുടേതാണ്. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓരോന്നായി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കുമുള്ള താക്കീത് തന്നെയാണ് ഈ വിധി എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. അരുണാചൽ പ്രദേശിലെ അധികാര വടംവലിയിൽ അവസാനം കലിഖോപുലിൻ്റെ ആത്മഹത്യ വരെ എത്തി. അങ്ങനെ ഓരോ സ്ഥലത്തും പല പല കാര്യങ്ങൾ സംഭവിച്ചത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ ഗവർണർമാരോട് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ടാകാം. അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു നിർദ്ദേശമില്ലാതെ ഒരു ഗവർണറും ആക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ദിരാഗാന്ധിയുടെ കാലത്തെയും അതുപോലെ കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്തും ഒക്കെ ഉണ്ടായതും കൂടി പറഞ്ഞത്. അപ്പോൾ ഓരോ സമയത്തും എന്താണോ കൊടുക്കുന്ന നിർദ്ദേശം ആ ഡയറക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ കൃത്യമായ ചില ഡയറക്റ്റീവ്സ് ഉണ്ടാകും. ഡയറക്ഷൻസ് നിങ്ങൾ അനുസരിച്ചോളൂ, പക്ഷേ കൃത്യമായ ഡയറക്റ്റീവ് ഉണ്ട് എന്നതാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്തെക്കുറിച്ച് പറഞ്ഞത്. ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ ബില്ല് എന്തിനാണ് നിയമസഭയിൽ കൊണ്ടുവരുന്നത്, അതിൻ്റെ ആ ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയാണ് നഷ്ടമാകുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യത്തിന് നിങ്ങൾ 3 വർഷം ഒരു ബില്ലുണ്ടാക്കി അതിന്മേൽ അടയിരുന്ന് തീരുമാനം വൈകിപ്പിച്ചിട്ട് അത്രയും കാലം ആ എന്താണ് ഒരു പെൻഡിങ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ പരിഹരിക്കുന്നതിനാണല്ലോ ഒരു ബില്ല് കൊണ്ടുവരുന്നത്, ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ നിയമനിർമ്മാണം തന്നെ നടത്തില്ല എന്ന് പറയുന്ന ആ ഒരു മർക്കടമുഷ്ടിക്കുള്ള ഒരു പ്രഹരമാണ് ഇന്നത്തെ ഈ ഒരു കോടതി വിധി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഭരണഘടനാ ചുമതലകളെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുമല്ലോ. അപ്പോൾ ഈ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നതിൻ്റെ ഒരു ചുരുക്കമെന്ന് പറയുന്നത്. ഈ മധ്യപ്രദേശ്
ആന്ധ്രാപ്രദേശ് ഗവർണറായിരുന്ന ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ, ഉത്തർപ്രദേശ് ഗവർണറായിരുന്ന KM മുൻഷി, അതുപോലെ തന്നെ സരോജിനി നായിഡു, ഇവരൊക്കെ ഗവർണർ എന്ന പദവിയെക്കുറിച്ച് പറഞ്ഞത് ഇത് അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു പദവിയാണ്. അതായത് ഈ ആളുകൾക്ക് ഒരു സ്വീകരണം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആലങ്കാരിക പദവിയാണ് എന്ന് അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്ര ഗവർണറായിരിക്കുമ്പോൾ വിജയലക്ഷ്മി പണ്ഡിറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പദവിയെ ആവശ്യമില്ല എന്ന്. അപ്പോൾ ഗവർണർമാർ കേരളവും പറയുന്നുണ്ട്. ഞാനത് ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് പറഞ്ഞതിലേക്ക് വരാനാണ് ഞാൻ നേരത്തെയുള്ള വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ അടക്കം റഫറൻസുകൾ ഉപയോഗിച്ചത്. അപ്പോൾ ഗവർണർ എന്താണ് ചെയ്യേണ്ടത്, ഗവർണർമാരുടെ പദവിയിൽ ഇരുന്നു കൊണ്ട് അവർ നിർവഹിക്കേണ്ട ചുമതലകൾ എന്താണ്, അതേക്കുറിച്ചൊക്കെ കൃത്യമായി ആർട്ടിക്കിൾസായി എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്നതിൽ തട്ടിയാണല്ലോ ഈ 3 വർഷത്തോളം കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും കഴിഞ്ഞ 3 വർഷം ഈ തർക്കങ്ങൾ തുടരുകയായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഡയറക്റ്റീവ്സ് കോടതിയിൽ നിന്ന് വരുന്നുണ്ട്, ചില കാര്യങ്ങളിൽ കൃത്യമായ ഡെഫിനിഷൻസ് വേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരുന്നതിലേക്ക് ഈ കോടതി വിധി എന്തായാലും ഉപകാരപ്പെടും എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇപ്പം ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത് ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് ഓരോ സംസ്ഥാനങ്ങളിലും ഒരു നിയന്ത്രണം ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ നിയന്ത്രണം ആവശ്യമായി വരുന്നത്? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു റയറ്റ് ഉണ്ടാകുന്നു, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ, അതാണ് ആ റയറ്റ് ഉണ്ടാകുമ്പോൾ സർക്കാർ അതിൻ്റെ പാർട്ടാണെങ്കിൽ ഇടപെടേണ്ടി വരും കേന്ദ്ര സർക്കാരിന്. സർക്കാർ ലോ ആൻഡ് ഓർഡർ നടപ്പാക്കേണ്ട ആളാണ്. ആ സർക്കാർ പാർട്ടായി മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ ഒരു വകുപ്പുണ്ടാകണം. പിന്നെ നേരത്തെ സുജയെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കുതിരക്കച്ചവടങ്ങൾ നടത്തി ഈ പറയുന്ന സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അതിന് തടയിടാൻ വേണ്ടി കൂടിയാണ്. അപ്പം പക്ഷേ യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലേക്ക് എന്താ മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ, അപ്പോൾ ആ രീതിയിലൊക്കെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 356 എന്ന് പറയുന്നത് ഈ 2 കാരണങ്ങളാലാണ് അത്. പിന്നെ അംബേദ്കറിനെ പോലെ പിന്നെ വലിയൊരു ജനാധിപത്യവാദിയായിട്ടുള്ള ആൾ നേതൃത്വം കൊടുത്തൊരു ഭരണഘടന പിന്നെ എഴുതിയുണ്ടാക്കുന്ന പ്രക്രിയയിൽ എന്തുകൊണ്ട് ആർട്ടിക്കിൾ 356 പോലൊരു ഒരു വകുപ്പ് വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇതാണ്. കാരണം വെച്ചാൽ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനകത്ത് ഒരു പാർട്ടിയായി സംസ്ഥാന സർക്കാർ തന്നെ വരികയും ചെയ്താൽ, ഇപ്പം ഗുജറാത്ത് കലാപത്തിൻ്റെ കാര്യത്തിനകത്ത് എന്താണ് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ആരോപണം? ആ കലാപത്തിനകത്ത് ഒരു പാർട്ടായിട്ട് സംസ്ഥാന സർക്കാർ നിന്നു അഥവാ നിശബ്ദത പാലിച്ചു എന്നുള്ളതാണ്. അന്ന് ഗവൺമെൻറ് ആരുടെ ആ കേന്ദ്രത്തിൽ? അന്ന് വാജ്പേയിയുടെ ഗവൺമെൻറ്റാണ്. അന്ന് പിന്നെ വേറൊരു ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ആ സർക്കാർ ഉണ്ടാവില്ല അവിടെ. അപ്പം അങ്ങനെ സർക്കാർ പിന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവിൽ പാർട്ടായി കഴിഞ്ഞാൽ അതിൽ ഇടപെടാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെ പിന്നെ എന്താ പറയുക അതിനൊരു അവകാശം നൽകുന്ന ഒരു വകുപ്പായിട്ടാണ് ആർട്ടിക്കിൾ 356 വരുന്നത്. ഓഫ് കോഴ്സ് മറ്റു തരത്തിലുള്ള ഹോഴ്സ് ട്രേഡിംഗ് ഒക്കെ വരുന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് രാജ്യത്ത് പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടത് അത് ഓഫ് കോഴ്സ് നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിൻ്റെ നെഹ്റുവിൻ്റെ സർക്കാരല്ലേ, അത് നെഹ്റുവിൻ്റെ സർക്കാരാണ് ആർട്ടിക്കിൾ 356 ആദ്യമായിട്ട് ഉപയോഗിക്കുക. അത് കേരളത്തിനെതിരായിട്ടായിരുന്നു, സർക്കാരിനെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടുന്നത്? ഒരു വിമോചന സമരം ഉണ്ടാകുന്നു അല്ലേ? ആ വിമോചന സമരം ഉണ്ടായി ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ട് കേരളത്തിലെന്ന് ആരാ റിപ്പോർട്ട് കൊടുക്കുന്നത്? ഈ പറയുന്ന ഗവർണറുടെ പണി അത്ര നിസ്സാരമായി നമ്മൾ കാണണ്ട. ഗവർണർ എല്ലാ കൃത്യമായി കേന്ദ്ര സർക്കാരിനോട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്താണ് ഒരു സംസ്ഥാനത്തെ സ്ഥിതി എന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഔദ്യോഗിക പദവി കൂടിയാണ്. പക്ഷേ ആ റിപ്പോർട്ട് സെലക്റ്റീവ് ആക്കുകയും ചെയ്യാം. അല്ല, ആ റിപ്പോർട്ട് സെലക്റ്റീവ് ആക്കാം, ആവശ്യപ്പെടാമല്ലോ. അപ്പോൾ അതാ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞുതരാം. 1998 പിന്നെ ബീഹാറിൽ റാബ്രി ദേവി സർക്കാരിനെ പിരിച്ചുവിടാൻ അന്നത്തെ വാജ്പേയി ഗവൺമെൻറ് തീരുമാനിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് വാജ്പേയിയാണ് പ്രധാനമന്ത്രിയെങ്കിലും ആ ക്യാബിനറ്റ് ചെയർ ചെയ്തത് LK അദ്വാനിയായിരുന്നു. അന്ന് അദ്ദേഹം പിന്നെ വാജ്പേയി വിദേശയാത്രയിലായിരുന്നു. ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയാലോ 1990 ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് അദ്വാനി രഥയാത്ര ആരംഭിക്കുന്നു. അത് ബീഹാറിലെ സമസ്തിപൂരിൽ എത്തിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ലാലു പ്രസാദ് യാദവ് എന്ന് മുഖ്യമന്ത്രി അവിടെ അദ്വാനി അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്യപ്പെട്ട അതിനൊരു പകരം വീട്ടിലുണ്ട് അദ്വാനിക്ക്. അപ്പോൾ 1998 NDA അധികാരത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? അന്ന് ജോർജ് ഫെർണാണ്ടസ് ആണല്ലോ UDFൻ്റെ NDAയുടെ കൺവീനറും അന്നത്തെ പ്രതിരോധ മന്ത്രിയും. ജോർജ് ഫെർണാണ്ടസിന് വേറൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. ജോർജ് ഫെർണാണ്ടസും നിതീഷ് കുമാറും കൂടി ലാലുവിനെ പുറത്താക്കി അവർ തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ അധികാരം പിടിക്കാമെന്ന് ആലോചിച്ചു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് 98 ഇത് പ്രയോഗിക്കുന്നത്. എന്നിട്ട് എന്താ ചെയ്തത്? KR നാരായണൻ അത് തിരിച്ചയച്ചു. KR നാരായണൻ തിരിച്ചയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടനാ പ്രകാരം വീണ്ടും അത് ക്യാബിനറ്റ് പ്രസ് ചെയ്താൽ പിന്നെ രാഷ്ട്രപതിക്ക് വേറെ ഒന്നും പറയാനില്ല, അതിലൊന്നും ചോട്ടിൽ ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ വാജ്പേയി അത് പ്രസ് ചെയ്യേണ്ട, KR നാരായണൻ അങ്ങനെ ഒരു നിലപാടെടുത്ത സ്ഥിതിക്ക് അത് പ്രസ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഈ രീതിയിൽ അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ SS ഭണ്ഡാരിയാണ് അന്ന് പിന്നെ ബീഹാറിലെ ഗവർണർ എന്ന് പറയുന്നത്. SS ഭണ്ഡാരി, സുന്ദർ സിംഗ് ഭണ്ഡാരി.
സുന്ദർ സിംഗ് ഭണ്ഡാരിയെ വിളിച്ചിട്ട് അദ്വാനി പറയുന്ന ഒരു റിപ്പോർട്ടിംഗ് എഴുതി തന്നേക്കെന്നാണ് പറയുന്നത്. എന്താണ്, ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വേസ്റ്റ് ആയിരിക്കുന്നു, മോശമായിരിക്കുന്നു, അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് പറഞ്ഞിട്ട് ഗവർണർ റിപ്പോർട്ട് കൊടുക്കാൻ. ഗവർണറുടെ റിപ്പോർട്ടിൽ അത് ആക്ട് ചെയ്യാൻ പറ്റില്ല കേന്ദ്ര സർക്കാരിന്. ഈ ആർട്ടിക്കിൾ 356 നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഗവർണർ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടണം. അത് കിട്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റിന് ശുപാർശ ചെയ്യുക. നോക്കൂ, കേരളത്തിൽ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ട്, അത് പരിഹരിക്കാനായിട്ട് ആ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല, അവിടുത്തെ ഗവർണർ ഇങ്ങോട്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുന്നു, ആ സർക്കാരിനെ പിരിച്ചുവിടണം, നിങ്ങളത് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതി അത് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 356 ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ പല കേസുകളിലൂടെ ആ വകുപ്പ് ദുർബലമായി. ആ വകുപ്പ് ദുർബലമായി എന്ന് മാത്രമല്ല, ഇപ്പോൾ അങ്ങനെ ഒരു വകുപ്പ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാരിനെ നിങ്ങൾ പിരിച്ചുവിട്ടാൽ അത് വലിയ കേസാകും, കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാവും, പിന്നെ കേന്ദ്ര സർക്കാർ ആൻസറബിൾ ആവും. ശരിക്കും വിധി സംസ്ഥാന സർക്കാരുടെ അധികാരം ഒന്നുകൂടി ഉറപ്പിക്കുന്ന, പിന്നെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയാണ്. അതാണ് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ ആ 356 ആ മുനമൂർച്ച പോയതോടുകൂടി എന്ത് ചെയ്തു, പിന്നെ നമ്മളുടെ ആളുകളെ ഓരോ സംസ്ഥാനത്തെങ്കിലും നിയോഗിക്കും, എന്നിട്ട് നമ്മൾക്കെതിരായിട്ടുള്ള കക്ഷികൾ ഭരിക്കുന്ന സ്ഥലത്തെല്ലാം ഒരു ഭരണപ്രതിസന്ധി ഉണ്ടാക്കും. ആ ഭരണപ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താ, നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് ഒപ്പിടാതെ വൈകിക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ പിന്നെ ഒരു വഴിയുള്ളൂ. അങ്ങനെ വൈകിച്ചുള്ള പ്രശ്നം എന്താ, പല കാര്യങ്ങളും സംസ്ഥാന സർക്കാരുകൾക്ക് നടപ്പാക്കാൻ കഴിയാതെ പോകും. അങ്ങനെ നടപ്പാക്കാൻ കഴിയാതെ പോകുമ്പോൾ എന്താവും, ആൻറ്റി ഗവൺമെൻറ് ആയ ഒരു വികാരം ഉണ്ടാകും ജനങ്ങൾക്കിടയിൽ, അല്ലേ? പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഇടുക്കി ഭൂമി പട്ടയം അത് കൊടുക്കാൻ കഴിയാതെ വന്നാൽ ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഇതിപ്പം പിന്നെ എന്താ പറയുക, ഗവർണർ ഒപ്പിടാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് തരാൻ കഴിയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര പ്രാവശ്യം പറയാൻ കഴിയും? അതെങ്ങനെ ജനങ്ങൾ ബോധ്യപ്പെടുവോ? അങ്ങനെ ജനങ്ങൾ ബോധ്യപ്പെടാത്തൊരു സാഹചര്യം വന്നാൽ അത് ആൻറ്റി ഗവൺമെൻറ് ആവില്ലേ? അപ്പോൾ ആ രീതിയിൽ ഒരു ആൻറ്റി ഗവൺമെൻറ് ഫീലിംഗ് ജനങ്ങൾക്കിടയിൽ ഇവിടെ കേരളത്തിൽ നോക്കൂ, ആൻറ്റി ഗവൺമെൻറ് ഫീൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ആരിഫ് മുഹമ്മദ് ഖാൻ മാറി രാജേന്ദ്ര അർലേക്കർ വരുന്നത്. അപ്പോൾ മറ്റൊരു ഗവർണർ വരുമ്പോഴേക്കും കുറച്ചുകൂടി കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം സർക്കാരിന് വരുന്നുണ്ട്. പക്ഷേ ഇന്ന് സർക്കാർ പറയുന്നുണ്ടോ, ഞങ്ങൾ ഈ കേസുകൾ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ന് തമിഴ്നാട്ടിൽ ഗവർണറുടെ കേസിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അല്ല, അതിനകത്ത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞ ഒരു പ്രസിഡന്റ് ആട്ടോ, അതൊരു കീഴ്വഴക്കമാണ്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് മറ്റേ വിധി വരെ കാത്തിരിക്കേണ്ടി വരില്ല, നമ്മൾ ബൈൻഡിങ് ആവും. ഈ പറയുന്ന ഒരു സമാനമാണ്. അപ്പം ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രമായിട്ട് സുപ്രീം കോടതി ഒരു വിധി നിൽക്കുന്നില്ല. സുപ്രീം കോടതി ഏതെങ്കിലും ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു വിധി പ്രഖ്യാപിച്ചാലും അത് രാജ്യത്തിന് ആകമാനം ബാധകമായിരിക്കും. പഞ്ചാബ് ഗവർണറുടെ വിധിയുടെ സമയത്ത് നമ്മൾ ഇത് ചർച്ച അങ്ങനെ തന്നെയാണ്. അതാണ്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞ ക്ലോസ് മാറ്റിയിട്ടില്ല. അപ്പോൾ എന്ത് പറ്റി, അതിൽ പിടിച്ച് അവിടെ അങ്ങ് നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള സാധനം എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒപ്പിടാൻ തീരുമാനമുണ്ടെങ്കിൽ അത് 1 മാസത്തിനുള്ളിൽ ചെയ്യണം. ഇനി നിങ്ങൾക്കൊരു ഡിസെന്റ് ഉണ്ടാകാം. അങ്ങനെ ഡിസെന്റ് ഉണ്ടായാൽ നിങ്ങൾ തിരിച്ചയക്കുന്നതിന് 3 മാസത്തെ കാലാവധി. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും അവർ പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഗവൺമെൻറ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് ഒപ്പിടാൻ 1 മാസത്തെ കാലാവധി. ഇനി നിങ്ങൾക്കത് രാഷ്ട്രപതിക്ക് അയക്കണമെങ്കിലും അതിനും 3 മാസത്തെ കാലാവധി. അതായത് ഈ പിന്നെ സ്റ്റാലിൻ വേഴ്സസ് RN രവി എന്ന് പറയുന്ന വിഷയത്തിനകത്ത് 33 മാസമായ ബില്ലുകളുണ്ട്. 33 മാസമായ ബില്ലുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓൾമോസ്റ്റ് 3 years, അല്ലേ? 3 വർഷം വരെ ആയ ബില്ലുകളാണ് ഈ RN രവി പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അത് പ്രശ്നമായിട്ട് ഇവർ കോടതിയിൽ പോകാൻ പോകുമ്പോൾ എന്ത് ചെയ്യും അറിയാമോ? അത് രാഷ്ട്രപതിക്ക് അയക്കും. അതുവരെ അയക്കത്തില്ല. എന്നിട്ട് രാഷ്ട്രപതിക്ക് ആ സമയത്താണ് രാഷ്ട്രപതിക്ക് അയക്കുക. ഈ രീതിയിൽ RN രവി അവിടെ ഒരു എന്താ പറയുക, കുപ്രസിദ്ധനായ ഒരു ഗവർണറായിട്ട്, ഇന്ത്യ കണ്ട ഏറ്റവും കുപ്രസിദ്ധനായ ഒരു ഗവർണറായിട്ട് അദ്ദേഹം മാറുന്ന കാര്യത്തിനകത്ത് ഒരു തർക്കമില്ല. ഇവിടെ ഇപ്പോൾ RN രവിയുടെ ചൂട് പിടിച്ചാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ KN ബാലഗോപാലിനോട് അദ്ദേഹത്തിന്റെ പ്രീതി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പ്ലഷർ നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അയാൾക്ക് തുടരാൻ വെച്ചാൽ ഗവർണറുടെ പ്ലഷർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് മന്ത്രിയായിട്ട് തുടരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇയാളെ മന്ത്രിയായിട്ട് അംഗീകരിക്കുന്നില്ല, അയാളുടെ പ്ലഷർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ബാലഗോപാൽ തന്നെയാണല്ലോ ഇപ്പോഴും മന്ത്രിയായിട്ട് ഇരിക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ ഗവർണറുടെ ഈ അധികാരം. ഇത് പറയാം എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ RN രവി എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉണ്ടാക്കിയത്. ഞാൻ അതുകൊണ്ടാണ് ഈ സെന്തിൽ ബാലാജിയുടെ കാര്യം പറഞ്ഞത്. സെന്തിൽ ബാലാജി ഒരു അഴിമതി കേസിൽ പിന്നെ അഴിമതി മന്ത്രിസ്ഥാനം പോയി. അത് കാരണം വെച്ചാൽ കോടതി പറഞ്ഞു അഴിമതി ക്രിമിനൽ ചാർജ് ചെയ്തു. ആ ക്രിമിനൽ ചാർജ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മന്ത്രിക്ക് തുടരാൻ കഴിയില്ല. പക്ഷേ അത് അടുത്ത കോടതി സ്റ്റേ ചെയ്തപ്പോൾ സെന്തിൽ ബാലാജിക്ക് തിരിച്ചു വരാം. അങ്ങനെ ഒരാളെ മന്ത്രിസഭയിൽ എടുക്കാൻ കഴിയില്ല എന്ന് RN രവി അങ്ങോട്ട് പറയാണ്. മന്ത്രിസഭയിൽ ഒരാളെ ഉൾപ്പെടുത്തുന്നത് പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ പിന്നെ വിവേചനാധികാരമാണ്. മുഖ്യമന്ത്രിയുടെ ഡിസ്ക്രിഷണറി പവറിലാണ് ഒരു മന്ത്രി ഉണ്ടാകുന്നതും മന്ത്രി രാജിവെക്കുന്നതും. അപ്പം മുഖ്യമന്ത്രി ഗവർണറോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗവർണർ അത് ആ സെറിമണി അങ്ങ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഗവർണറുടെ പരിപാടി. അതല്ലാതെ എനിക്ക് ഈ മന്ത്രി ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങളിങ്ങനെ മാറ്റാൻ കഴിയണമെന്ന് ഒരു കാരണവശാലും ഒരു ഗവർണർക്കും പറയാൻ കഴിയില്ല. അതിനുള്ള അധികാരവുമില്ല. അത് പറഞ്ഞയാളാണ് ഈ RN രവി എന്ന് പറയുന്നത്. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ട്, അതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. നിങ്ങളൊരു നിയമനിർമ്മാണം നടത്തുന്നത് ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ജനതയ്ക്ക് നല്ല ഭരണം നൽകാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ നിയമസഭകൾ പാസ്സാക്കുന്നത്. ആ നിയമവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷ പ്രതിപക്ഷ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാമെങ്കിലും ആ നിയമം ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കി
നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് വിൽ ഓഫ് ദി പീപ്പിൾ ആണ്, അത് ജനങ്ങളുടെ വില്ലിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഡെമോക്രസിയിൽ ഒരു ഗവർണർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പറയുന്ന മനോഹരമായ വാക്യമാണ് പിന്നെ ഒരു നിരീക്ഷണമായിട്ട് പറഞ്ഞിരിക്കുന്നത്, രാഷ്ട്രീയപരമായ പരിഗണനകൾ പാടില്ല. നിങ്ങൾ ഗവർണറായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അംഗീകരിക്കേണ്ടത് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു നിയമസഭയും ആ നിയമസഭ രൂപം കൊടുത്തിരിക്കുന്ന മന്ത്രിസഭയെ അംഗീകരിക്കുക എന്നുള്ളതാണ്, അതിൻ്റെ അഡ്വൈസിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാർലമെൻ്ററി ഡെമോക്രസിയുടെ ഭാഗമായിട്ട് ഗവർണർക്ക് ഒരു തരത്തിലുള്ള വിവേചനാധികാരവുമില്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു വ്യക്തതയോടുകൂടിയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വിവേചനാധികാരവുമില്ല, ഒരു ഡിസ്ക്രിഷണറി പവറുമില്ല. നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഒരു സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. അതിലിനി അസെൻഡ് ചെയ്യുമ്പോൾ, ബില്ലുകൾ അസെൻഡ് ചെയ്യുമ്പോൾ അനന്തമായി അത് നീട്ടിക്കൊണ്ടു പോകാമെന്ന് കരുതണ്ട. ആസ് സൂൺ ആസ് പോസിബിൾ എടുത്ത് അങ്ങോട്ട് കളഞ്ഞിരിക്കുന്നു. സമയപരിധി നിശ്ചയിച്ച് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 356 എടുത്ത് പ്രയോഗിക്കാൻ കഴിയില്ല, ഈ ഗവർണറെയും ഇനി ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പം ആ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ അത് ആര് ഭരിച്ചാലും, നേരത്തെ കോൺഗ്രസ് ഭരിച്ചിട്ട് കോൺഗ്രസ് വളരെ ഗംഭീരമായി കുറേ സംസ്ഥാന സർക്കാരുകൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ടൂളായിട്ട് ഗവർണർമാരെ BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു ശ്രമവും ഇനി നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നത്തെ ഈ വിധി എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചും ഇന്ത്യയുടെ ഫെഡറലിസത്തെ സംബന്ധിച്ചും എന്താ പറയുക, സുവർണ്ണ ലിപികളിൽ എഴുതി ചേർത്ത വിധിയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. വിധി കേന്ദ്രത്തിന് താക്കീതായോ എന്നതാണ് നമ്മുടെ ചോദ്യം. സുജി, അപ്പോൾ സ്റ്റാലിനുമായി ബന്ധപ്പെട്ടുകൂടി കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ? സ്റ്റാലിന്റെ പോരാട്ടം. അതെ, സ്റ്റാലിൻ നടത്തിയ പോരാട്ടം അന്ന് 1975 എം കരുണാനിധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നതുപോലെ തന്നെ ഇതും ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റിലേക്ക് നമുക്കടക്കം കേരളത്തിനടക്കം ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അന്ന് ഈ കരുണാനിധിയുടെ കാര്യത്തിൽ ഈ സ്റ്റാലിൻ അന്ന് ജയിലിൽ പോയിരുന്നല്ലോ. സ്റ്റാലിൻ അടക്കമുള്ള കുടുംബാംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതാണ് ഈ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കരുണാനിധി സർക്കാരിനെ പിരിച്ചുവിടുമ്പോൾ. അന്ന് ആ ജയിലിൽ പോയ സ്റ്റാലിനാണ് ഇന്ന് ഈ കേസ് നടത്തുകയും ഇന്ന് കേന്ദ്ര സർക്കാരിനെതിരെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ കേസിന്റെ വിധി വന്നിരിക്കുന്നത് എന്നാണ്. അതാണ് ഞാൻ സ്റ്റാലിനെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത അച്ഛൻ്റെ മകൻ ഇവിടെ ഇപ്പോൾ അടുത്ത ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടാണ് ഈ ഗവർണർക്കെതിരായ പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനായിട്ടുള്ള ആ ഒരു തീരുമാനത്തിനെതിരായിട്ടുള്ള ഒരു തമിഴൻ്റെ ആത്മാഭിമാനം എന്ന് പറയാവുന്ന ഒരു പോരാട്ടമാണ് ഇപ്പോൾ സ്റ്റാലിൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കരുണാനിധിയുടെ ആ ഒരു ട്രാക്കിൽ തന്നെയാണ് 1975 എന്തായിരുന്നു കരുണാനിധി, ആ ട്രാക്കിലേക്ക് 2025 സ്റ്റാലിൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ അന്ന് ഇന്ദിരാഗാന്ധിയെങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റാലിൻ്റേതായിട്ടുള്ള ഒരു പോരാട്ട വീര്യം അത് കുറച്ചുകൂടി ഊർജ്ജം കൊടുക്കുന്നതാണ്. ഈ ആർ എൻ രവിയുമായിട്ട് നേരത്തെ ഉണ്ണിസാർ പറഞ്ഞ പോലെ ഇത്രയും വർഷം കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയുള്ള ഒറ്റയ്ക്ക് ഗവർണർ ഇത്രയും ആക്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ അത്രയും പിന്തുണയുള്ള ഒരാൾക്കെതിരെ ശക്തമായ ഒരു പോരാട്ടം നയിച്ചുകൊണ്ട് സ്റ്റാലിൻ ഒരു വേ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണി കാണിക്കുന്നതിനേക്കാൾ ധൈര്യം സ്റ്റാലിൻ ഒറ്റയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ്റെ ആ ഒരു പോരാട്ട വീര്യത്തിനൊപ്പം മുഴുവൻ യൂണിറ്റും, അതായത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുമോ എന്നുള്ളതാണ്. കാരണം ഈ ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയമാണ് ഇനിയുള്ള വിഷയം. അതിൽ ആദ്യത്തെ യോഗം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. ഈ വിധിയുടെ കൂടി ബലത്തിൽ, ഈ വിധിയുടെ കൂടി ആത്മവിശ്വാസത്തിൽ അടുത്ത പോരാട്ടത്തിന് സ്റ്റാലിൻ തയ്യാറെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കേരളം എന്തായാലും അതിൽ ഒപ്പമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഈ ഗവർണർ എന്നാൽ ഒരു പോസ്റ്റ്മാൻ്റെ റോള് മാത്രമുള്ള ആളാണ് എന്നാണ് നേരത്തെ സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ വിധി കേന്ദ്രത്തിന് താക്കീതായോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. 3 പേരും യെസ് എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.